അല്ല ഇതെന്ത് ഈ ഷൂ എന്താ കൈ വെച്ചോണ്ടിരിക്കുന്നു? ഇത് ജർമ്മനി നലയും കൊണ്ടുവന്ന തേഞ്ഞു പോകാതിരിക്കാൻ കൈ പിടിച്ച. ഇതാകുമ്പോൾ തേയത്തില്ല. അതെ. ഡഗ്ലസ് അച്ഛൻ്റെ വീട്ടിലോട്ട് പോവാം. ഇതെന്താ വെച്ചാൽ ഒരു കയറുമായിട്ട് നിൽക്കുന്നത്? തൂങ്ങിച്ചാവാനാണോ? ഈ കച്ചവടം നടന്നില്ലെങ്കിൽ അതായിരിക്കും എന്റെ അവസ്ഥ. വീട് വെക്കാനാണെങ്കിൽ ഇതാ അഗ്നികോൺ. വൈകിട്ട് കരിയിൽ തൂത്തുവാരിയിട്ട് കത്തിക്കുന്ന സ്ഥലമായിരിക്കും അഗ്നികോൺ. പിന്നെ അത് തെക്ക് പടിഞ്ഞാറ്, അവിടെ കന്നിമൂലയിട്ട് വരും. കന്നിമാസത്തിൽ പട്ടി പെറ്റു കൂട്ടുന്ന മൂലയായിരിക്കും കന്നിമൂല. കൊള്ളാം. ആ വടക്കേറ്റത്തായിട്ട് ഒരു മുരുക്കുണ്ട്, ആ മുറിക്കാൻ നിൽക്കണ്ട. അത് വേണ്ട. അച്ഛന്റെ സ്വഭാവം വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വലിഞ്ഞു കയറാനുള്ളതല്ലേ. കിണർ കുത്താനാണെങ്കിൽ ഇതാ അവിടെ ഇട്ടാവാം. അച്ഛന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് കുളം തോണ്ടുന്നല്ലേ നല്ലത്. അല്ല നമുക്ക് വെട്ടാൻ പറ്റുമോ? ഹലോ, അത് വെട്ടാനൊന്നും നോക്കത്തൊന്നുമില്ല. അതിനകത്തില്ല നമ്മുടെ ശോശാമ ചേർത്ത് തൂങ്ങി വരച്ച അതിനകത്ത് നടക്കത്തൊന്നും. നാളേക്ക് എടാ മോനെ, നീ അതിന്റെ അപ്പുറത്തുള്ള തെങ്ങ് കണ്ട, അത് നീ തടവിടുകയോ വെട്ടിയെ മറക്കി എന്നാച്ചായിക്കോ. ശരി ചേട്ടാ. അയ്യോ, അത് നടക്കത്തൊന്നുമില്ല. അതിന് തടവെടുക്കാൻ വന്നപ്പോ ഇല്ലേ തങ്കപ്പഞ്ചേട്ടന്റെ തലയിലെ തേങ്ങ വീണ് അങ്ങേര് തൊലഞ്ഞത്. നടക്കത്തൊന്നുമില്ല. നോക്കി കണ്ടൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം കേട്ടോ. ശരി ചേട്ടാ. സാറേ, സ്ഥലം കൊള്ളാം. പക്ഷെ ഈ തടവെടുത്തോന്റെ പിന്നെ ശോശാമ്മയുടെ ഒക്കെ പ്രേതമുള്ള സ്ഥിതിക്കില്ലേ, ഞാൻ പൊക്കോട്ടെ. എടാ മോനെ, നീ വിട്ടോ. ഇന്നിപ്പോ ആദ്യരാത്രിയോടെ ഇവിടെ ഒരു ബ്രോക്കറിന്റെ പ്രേതം കൂടി കാണും. ജർമ്മനിയിലെ ഷൂ